സോഷ്യൽ മീഡിയയിൽ വൈറലായ ആ വീഡിയോ നിങ്ങൾ കണ്ടോ? ഇന്ത്യൻ മണ്ണിൽ നിർമ്മിച്ച ആദ്യത്തെ കരുത്തൻ സൈനിക വിമാനം പുറത്തിറങ്ങാൻ തയ്യാറെടുക്കുകയാണ്. ആവേശകരമായ ഈ കാഴ്ച വരുന്നത് ഗുജറാത്തിലെ വഡോദരയിലുള്ള ടാറ്റ പ്ലാന്റിൽ നിന്നാണ്. നിശ്ചയിച്ചതിലും മാസങ്ങൾക്ക് മുമ്പേ ഈ യുദ്ധവിമാനം പറന്നുയരാൻ പോകുന്നു എന്നാണ് റിപ്പോർട്ടുകൾ. എന്താണ് ഈ വിമാനത്തിന്റെ പ്രത്യേകത? നോക്കാം. വഡോദരയിലെ ടാറ്റ അഡ്വാൻസ്ഡ് സിസ്റ്റംസ് പ്ലാന്റിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തുവന്നിരിക്കുന്നത്. 2024 ഒക്ടോബറിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും സ്പെയിൻ പ്രധാനമന്ത്രി പെഡ്രോ സാഞ്ചസും ചേർന്നാണ് ഈ വമ്പൻ ഫാക്ടറി ഉദ്ഘാടനം ചെയ്തത്. ഇവിടെ നിർമ്മിച്ച ആദ്യത്തെ C-295 വിമാനത്തിന്റെ പണികൾ ഏകദേശം പൂർത്തിയായി കഴിഞ്ഞു. സെപ്റ്റംബറിൽ പുറത്തിറങ്ങുമെന്ന് കരുതിയിരുന്ന വിമാനം ഒരുപക്ഷെ അതിനു മുന്നേ തന്നെ വ്യോമസേനയുടെ ഭാഗമായേക്കും. യൂറോപ്യൻ കമ്പനിയായ എയർബസുമായി ചേർന്നുള്ള $3.5 ബില്യൺ വമ്പൻ കരാറാണിത്. ആകെ 56 വിമാനങ്ങളാണ് ഇന്ത്യ വാങ്ങുന്നത്. ഇതിൽ 16 എണ്ണം സ്പെയിനിൽ നിന്ന് നേരിട്ടെത്തും. ബാക്കി 40 എണ്ണം നമ്മുടെ രാജ്യത്ത് ടാറ്റയുമായി ചേർന്ന് നിർമ്മിക്കും. ഇതിലേറ്റവും അഭിമാനകരമായ കാര്യം എന്താണെന്നറിയാമോ? അതായത് സ്പെയിനിൽ നടന്നിരുന്ന നിർമ്മാണ ജോലികളുടെ 96% ഇപ്പോൾ ഇന്ത്യയിൽ തന്നെ നടക്കുന്നു. നിലവിൽ ഇന്ത്യൻ വ്യോമസേനയുടെ പണിക്കാരൻ എന്നറിയപ്പെടുന്ന AN-32 വിമാനങ്ങൾക്ക് പകരക്കാരനായാണ് C-295 വരുന്നത്. പഴയ AN-32 വിമാനങ്ങൾക്ക് 6700 കിലോ ഭാരം ചുമക്കാൻ കഴിയുമ്പോൾ പുത്തൻ C-295ന് 9000 കിലോ വരെ വഹിക്കാനാകും. പാരാട്രൂപ്പർമാരെ ഇറക്കാനും സൈനിക സാമഗ്രികൾ അതിവേഗം എത്തിക്കാനും ഈ വിമാനം അതീവ മിടുക്കനാണ്. ഹിമാലയത്തിലെ ഉയർന്ന പ്രദേശങ്ങളിലും ആൻഡമാനിലെ കടൽ തീരങ്ങളിലും ഒരുപോലെ പ്രവർത്തിക്കാൻ ഇതിന് സാധിക്കും. വ്യോമസേനയ്ക്കു പുറമെ ഇന്ത്യൻ നാവികസേനയ്ക്കും കോസ്റ്റ് ഗാർഡിനും വേണ്ടിയും 15 വിമാനങ്ങൾ അധികമായി നിർമ്മിക്കാൻ ഉത്തരവായിട്ടുണ്ട്. മറ്റൊരു വലിയ കാര്യം, ഏഷ്യയിലെ തന്നെ C-295 വിമാനങ്ങളുടെ ഒരു പ്രധാന സർവീസ് ഹബ്ബായി ഇന്ത്യ മാറാൻ പോകുകയാണ്. 10ഓളം അയൽ രാജ്യങ്ങൾ ഈ വിമാനം ഉപയോഗിക്കുന്നുണ്ട്. അവർക്കെല്ലാം ഇനി സർവീസിനായി ഇന്ത്യയെ ആശ്രയിക്കാം. ഇത് രാജ്യത്തിന് വലിയ വരുമാനവും തൊഴിലവസരങ്ങളും നൽകും. അന്യരാജ്യങ്ങളെ ആശ്രയിക്കാതെ സ്വന്തം യുദ്ധവിമാനങ്ങൾ നിർമ്മിക്കുന്ന ഇന്ത്യയുടെ ഈ വലിയ നേട്ടത്തെ നിങ്ങൾ എങ്ങനെ കാണുന്നു? നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യൂ. കൂടുതൽ പ്രതിരോധ വാർത്തകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.